ഗ്ലോറി ടു ഗോഡ്. ലിവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളേവരെ ഞാൻ ചേർന്ന് സ്വാഗതം ചെയ്യുകയാണ്. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നും ജോൺ ബർ ആണ്. തൻ്റെ പ്രാർത്ഥനാ വിഷയം എന്ന് പറയുന്നത് താൻ അനുഭവിക്കുന്ന ശാരീരികമായി നിൽക്കുന്ന എല്ലാ വിഷയത്തിനകത്തും പൂർണ്ണമായ സൗഖ്യത്തിനായിട്ട്, ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി തൻ്റെ ബിസിനസ്സിനകത്ത് വെളിപ്പെട്ട് വരേണ്ടതിനായിട്ട്, താൻ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നത് പോലെ പുത്തൻ ഓർഡറുകൾ തനിക്ക് ലഭിക്കേണ്ടതിനായിട്ടും, തന്നെ ആ ദേശത്തിൽ ദൈവം മാനിക്കേണ്ടതിനായിട്ടും പ്രത്യേകമായി പ്രാർത്ഥനാ വിഷയം ചോദിക്കുകയാണ്. താൻ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയത്തിനകത്തും തമ്പുരാൻ അത്ഭുതം ചെയ്യണം. പ്രത്യേകിച്ച് തൻ്റെ കാലിനുണ്ടാകുന്ന വേദന പൂർണ്ണമായി സൗഖ്യമാകണം. കണ്ണുകളൊന്ന് അടയ്ക്കാം. പ്രിയരെ, നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഈ മകന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, ഈ മകൻ മുഖാന്തരമാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് കടന്നു പോകുന്നത്. നമ്മൾ വിശ്വസ്തയോടെ പ്രാർത്ഥിക്കുമ്പോൾ, യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യോബിൻ്റെ സ്ഥിതിക്ക് ദൈവം ഭേദം വരുത്തിയെങ്കിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇപ്പോൾ നിങ്ങളുടെ വിഷയത്തിനകത്ത് ദൈവം പ്രവർത്തിക്കാൻ പോവുകയാണ്. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ജോൺ ബറിനായി പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, തൻ്റെ ബിസിനസ്സിനകത്തൊരു മുന്നേറ്റം കൊടുക്കണമേ അപ്പ. തൻ്റെ ജീവിതത്തിനകത്ത് അത്ഭുതകരമായി സൗഖ്യവും വിടുതലും പകരണമേ അപ്പ. തനിക്ക് ലഭിക്കാനുള്ള സാമ്പത്തികം ലഭിക്കേണ്ടതിനായിട്ട്, തടയപ്പെട്ട് കിടക്കുന്ന നന്മകൾ തുറന്നു വരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ദിവസങ്ങളിൽ ആ ദേശത്തിൽ പുത്തൻ ഓർഡറുകൾ ലഭിക്കണം അപ്പ. കർത്താവെ, എല്ലാ നിലയിലും ദൈവം മാനിക്കണം. കർത്താവെ, അത്ഭുതം അങ്ങ് ചെയ്യണം. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വലിയൊരു വിടുതൽ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. സ്വർഗത്തിലെ ദൈവം അത് ചെയ്യുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ആർക്കും മാറ്റാൻ കഴിയാത്തതും വിശ്വസിക്കുന്ന ഏവർക്കും മാറ്റം കൊണ്ടുവരുന്നതുമായ തമ്പുരാൻ്റെ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, എൻ്റെ കഴിവോ മിടുക്കോ അല്ല പ്രിയരെ, കർത്താവിൻ്റെ വലിയ കരമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ എന്നെ സഹായിക്കുന്നത്. ആ നിലയിൽ തന്നെ ഞാൻ വിളിച്ചു പറയാം. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ, നിങ്ങൾ ആക്സിഡൻ്റലി ആയിരിക്കാം ഇത് കേൾക്കുന്നത് നിങ്ങൾ വിചാരിക്കുമ്പോൾ, ഞാൻ വിളിച്ചു പറയുന്നു, ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ നിർണയമാണ് ഈ വചന സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആയതിനാൽ നിങ്ങൾ ഈ ചാനൽ മാറ്റാതെ വിശ്വസ്തയോടെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പിലേക്ക് നല്ലൊരു ഇരിപ്പിടം ഉറപ്പാക്കിയിരിക്കണമെന്ന് ഓർപ്പിക്കുന്നു. കാരണം ഈ വചനം പാറയെ തകർക്കുന്ന ചുറ്റികലാണ്. ജീവിതത്തിനകത്ത് മാറ്റമില്ല എന്ന് പറയുന്ന ആരൊക്കെയോ എന്നെ കേൾക്കുന്നവരോട് എനിക്കൊന്ന് പറയാനുണ്ട്. വിശ്വസിക്കുന്നവർക്ക് മാറ്റം കൊണ്ടുവരുന്നതാണ് തമ്പുരാന്റെ തിരുവചനം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം പറയുന്നു, ഈ വചനം വായിക്കുന്നവനും ഇത് കേൾക്കുന്നവനും ഇത് പ്രമാണിക്കുന്നവനും അനുഗ്രഹിക്കപ്പെട്ടവനെന്ന്. ബ്ലസ്സഡ് മാൻ എന്നാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഈ വചനം വായിക്കുമ്പോൾ, നിങ്ങൾ ഈ വചനം ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾ തീരുമാനിക്കുകയാണ്, ഞാൻ ഈ വചനം പ്രമാണിക്കുമെന്ന്. ആ നിലയിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ദൈവമക്കളോടും എനിക്കൊരു കാര്യം ഉറപ്പാണ്, നിങ്ങളുടെ ജീവിതം മാറാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവം ഒരു വഴിത്തിരിവിലേക്ക് നിങ്ങളെ കൊണ്ടുവരാൻ പോവുകയാണ്. അങ്ങനെ വിശ്വസിക്കുന്ന ഓരോ ദൈവമക്കളും പ്രാർത്ഥനയോടെ ലജ്ജിപ്പിക്കാത്ത ദൈവത്തിൻ്റെ മുമ്പിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ആകാശം മാറിയാലും ഭൂമി മാറിയാലും അവൻ്റെ വചനത്തിന് വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരത്തില്ലെങ്കിൽ, ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ വചനത്തിന് ദൈവത്തോളം ശക്തിയുണ്ട്. വചനം നിങ്ങളെ വിടുവിക്കുന്നതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, 107-ാം സങ്കീർത്തനം അതിൻ്റെ 20-ാമത്തെ വാക്യം പറയുന്നു, ഞാൻ എൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കുകയും അവരെ കുഴിയിൽ നിന്ന് കരകയറ്റുകയും ചെയ്യും. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇന്നത്തെ ഈ വചന കേൾവിയിൽ നിങ്ങൾ സൗഖ്യമാകുകയും നിങ്ങൾക്ക് മുമ്പോട്ട് പോകാനുള്ള തടസ്സങ്ങൾ മാറിപ്പോവുകയും ചെയ്യും. 119-ാം സങ്കീർത്തനം 105-ാമത്തെ വാക്യം പറയുന്നു, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശമാണ്. ഒന്ന് ഏറ്റെടുക്കാൻ പറ്റുമെങ്കിൽ ഏറ്റെടുത്ത് നമ്മുടെ പാതകളെ തുറക്കുന്ന വചന കേൾവിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിനകത്ത് കഴിഞ്ഞ 23 വർഷമായി ഈ വചന ശുശ്രൂഷയിൽ ഞാൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അനേക വ്യക്തികളെ വചനം തൊടുന്നതും വചനത്തിൻ്റെ ശക്തി അവരുടെ ജീവിതത്തിനകത്ത് വാതിൽ തുറക്കുന്നതും സൗഖ്യം കൊണ്ടുവരുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിച്ച് നിങ്ങൾക്ക് വേണ്ടി എന്തോ ഒരു വലിപ്പം ഈ വചന കേൾവിയിൽ സ്വർഗം ചെയ്യാൻ പോവുകയാണ്. ആ നിലകളിൽ ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ് നാം ഇന്നത്തെ ഈ വചന ചിന്തയിൽ തൊടാൻ പോകുന്നത്. പ്രാരംഭമായിട്ട് പുതിയ നിയമ വിശ്വാസികൾ തിരിച്ചറിയേണ്ടത് ദൈവത്തിൻ്റെ ഈ അത്യന്ത ശക്തി നമ്മുടെ വാഗ്ദത്തമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 48-49 വാക്യങ്ങളിലേക്ക്, എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. 49-ാമത്തെ വാക്യം, നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർക്കുവിൻ എന്നും അവരോട് പറഞ്ഞു. എന്നെ കേൾക്കുന്നവരെ, ഈ വചനത്തിന്റെ ആഴമെന്ന് പറയുന്നത് പിതാവിൽ നിന്ന് കേട്ട വാഗ്ദത്തം ഇതാ യേശു പറയാണ്, ശിഷ്യന്മാരുടെ മേളിലേക്ക്, കാത്തിരിക്കുന്നവരുടെ മേളിലേക്ക് അത് അയക്കപ്പെടുന്നതാണ്.
ഉയരത്തിലെ ശക്തി ധരിക്കുക. ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞ്, ഈ ശക്തിയാണ് എനിക്ക് ആവശ്യം. എന്നെ കേൾക്കുന്നവരെ, അടഞ്ഞു കിടക്കുന്ന ഒരു ഡോറ് തുറക്കപ്പെടണമെങ്കിൽ ആ ഡോറിനെ നമ്മൾ പുഷ് ചെയ്യണം, ഒന്ന് തെള്ളേണ്ടത് ആവശ്യമാണ്. ശക്തി വെളിപ്പെട്ടാൽ ഡോറുകൾ ചിലത് തുറന്നു വരും. ഇത് ആരംഭത്തിൽ തന്നെ ആരെയോ നോക്കി ഞാൻ പ്രവചന ശബ്ദത്തിൽ വിളിച്ചു പറയുന്നു. നാളുകൾ ശത്രു അടച്ചതിനെ ഇന്ന് എൻ്റെ കർത്താവ് ഈ വചന കേൾവിയിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി തുറന്നു കൊടുക്കാൻ പോകുകയാണ്. ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ ഇതാ പരിശുദ്ധാത്മാവ് ശക്തിയോടെ ശിഷ്യന്മാരുടെ മേളിലേക്ക് വരുമ്പോൾ വാഗ്ദത്തം എങ്ങനെയാണ് അവരുടെ മേളിൽ നിറവേറ്റപ്പെടുന്നതെന്ന് യേശു കർത്താവ് പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിലേക്ക്, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങൾ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികൾ ആകും എന്ന് പറഞ്ഞു. വചന കേൾവിയിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേളിലേക്ക് വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ശമര്യയിലും ലോകത്തിൻ്റെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. നിങ്ങൾ നോക്കെ, ശക്തി ഒരുത്തൻ്റെ മേളിൽ വെളിപ്പെടാൻ തുടങ്ങുമ്പോൾ തന്നെ അവൻ്റെ ജീവിതത്തിനകത്ത് അവൻ്റെ അതിരുകൾ വിശാലമായി തീരുകയാണ്. ഞാൻ ആത്മാവിൽ ചിലരെ നോക്കി വിളിച്ചു പറഞ്ഞു, റിസീവ് ചെയ്യാൻ പറ്റുമെങ്കിൽ റിസീവ് ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇതാ ശക്തി വെളിപ്പെടുകയാണ്. ദൈവത്തിൻ്റെ ശക്തി നിങ്ങളുടെ അടഞ്ഞ വാതിലുകൾ തുറക്കുന്നു, നിങ്ങളുടെ അതിരുകളെ വിശാലമാക്കുകയാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, ദൂതൻ മറിയോട് പറഞ്ഞത്, കന്യയോട് പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിക്കണം. യേശുവിൻ്റെ അമ്മയായ മറിയോട് പറഞ്ഞ വാക്കുകൾ നമുക്ക് ഒരുമിച്ചൊന്ന് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 35-ാമത്തെ വാക്യം. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രനെന്ന് വിളിക്കപ്പെടും. ഈ വചനം നമ്മെ പലരെയും ഉറപ്പിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ, അസാധ്യതകൾ നിൽക്കുന്നവരോട് ഈ വചനത്തിൽ നിന്ന് ദൂത് പറയുകയാണ്. മറിയെ നോക്കിയാൽ അവൾ കന്യകയാണ്, അവൾ പുരുഷനെ അറിഞ്ഞിട്ടില്ല. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് അവളുടെ മേളിലേക്ക് വരികയും അത്യുന്നതന്റെ ശക്തി അവളുടെ മേളിലേക്ക് മെഴിലിടുകയും ചെയ്യുമ്പോൾ അവളിൽ ഇതാ ഒരു പുത്രോത്പാദനം നടക്കാൻ പോകുന്നു. അവളിൽ ജനിക്കുന്ന വിശുദ്ധ പ്രജയെ ദൈവപുത്രൻ അല്ലെങ്കിൽ ലോകത്തിൻ്റെ രക്ഷാവെന്ന് വിളിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ, നിങ്ങൾ ആ സാധ്യതകൾ നിൽക്കുന്നവരാണെങ്കിൽ, ഇതാ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ ശക്തി നിങ്ങളുടെ മേളിലേക്ക് വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. ചിലവരുടെ മേളിൽ അസാധാരണമായ ദൈവപ്രവൃത്തി സംഭവിക്കാൻ പോവുകയാണ്. ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. യേശുവിൻ്റെ മിനിസ്ട്രിയുടെ ആരംഭത്തിൽ ഇതാ സ്നാനപ്പെട്ട് യോർദാന്റെ കരയിലേക്ക് കയറുമ്പോൾ ആത്മാവ് പ്രാവന്ന രൂപത്തിൽ യേശു കർത്താവിൻ്റെ മുകളിലേക്ക് ഇറങ്ങി വരികയാണ്. എന്നെ കേൾക്കുന്നവരെ, ഈ വചന കേൾവി ആഴമായി ശ്രദ്ധിച്ച്, യേശു കർത്താവിന് ഇതാ പരിശുദ്ധാത്മാവും മരുഭൂമിയിലേക്ക് നടത്താൻ പോവുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യവും അതിൻ്റെ 13-ാമത്തെ വാക്യത്തിലേക്ക്, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടുമടങ്ങി, ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി, പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചുകൊണ്ടിരുന്നു. നിങ്ങൾ നോക്കണേ, യേശു കർത്താവ് ഇത് ആത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മരുഭൂമിയിലേക്ക് പോവുകയാണ്. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി, പിശാച് 40 ദിവസം അവനെ പരീക്ഷിച്ചുകൊണ്ടിരുന്നു. എന്നാൽ 13-ാമത്തെ വാക്യം, പരീക്ഷ തികച്ച് ശത്രു മാറുമ്പോൾ യേശുവിൻ്റെ മേളിൽ വെളിപ്പെട്ട നിറവ് ശക്തിയായി വ്യാപരിക്കുകയാണ്, ശക്തിയായി വെളിപ്പെട്ട് വരികയാണ്. ഇന്നലകളിൽ കണ്ട കണ്ണുനീര്, ഇന്നലകളിൽ കണ്ട പ്രതികൂലം നിങ്ങളുടെ ജീവിതത്തിനകത്ത് ശക്തിയായി വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. ഞാനിത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലവരെ മേളിലേക്ക് ആത്മാവിൻ്റെ ശക്തി വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. അടഞ്ഞുപോയ, ഇനി തുറക്കത്തിലെന്ന് പറഞ്ഞ് ചില വാതിലുകൾ, ചില വ്യക്തികളെ എന്നേക്കുമായി ശത്രു കെട്ടിയതുപോലെ അവരുടെ തലമുറകൾ ഇനി മുമ്പോട്ട് പോകത്തില്ലെന്നും അവർക്ക് വിദ്യാഭ്യാസമില്ലെന്നും അവരുടെ വിവാഹം നടക്കത്തില്ലെന്നൊക്കെ പറഞ്ഞത് ഈ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തമ്പുരാൻ പൊട്ടിച്ചു മാറ്റാൻ പോവുകയാണ്. നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവരാകണം. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇതാ ദൈവശക്തി ചലിക്കാൻ പോവുകയാണ്. അതിൻ്റെ 13-ാമത്തെ വാക്യം നമുക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ട്, അങ്ങനെ പിശാച് സകല പരീക്ഷയും തികച്ച ശേഷം കുറെ കാലത്തേക്ക് അവനെ വിട്ടുമാറി. 14-ാമത്തെ വാക്യം, യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിച്ചെന്നു, അവന്റെ ശ്രുതി ചുറ്റുമുള്ള നാട്ടിലൊക്കെയും പരന്നു. ഈ വചനത്തിന്റെ ശക്തി വെളിപ്പെടുന്നുണ്ടെങ്കിൽ, ആത്മാവിന്റെ ശക്തിയോടെ യേശു കർത്താവ് ഗലീലയിലേക്ക് മടങ്ങി ചെല്ലുകയാണ്. അവന്റെ ശ്രുതി ചുറ്റുമുള്ള നാടൊക്കെ പരന്നെന്ന് എന്ന് പറഞ്ഞാൽ, നോട്ടീസ് അടിക്കേണ്ട, പരസ്യം കൊടുക്കേണ്ട, കർത്താവിന്റെ മേളിൽ പകർന്ന ശക്തി പോകുന്ന വഴിയിൽ ദീനമുള്ളവരെ സൗഖ്യമാക്കിയാണ്. 12 വർഷമായി രക്തസ്രാവ സ്ത്രീ തൊങ്ങൽ തൊട്ട് സൗഖ്യമാകുകയാണ്. യായിറോസിന്റെ വീട്ടിൽ ചെന്ന് മരിച്ച മകളെ തലിതാക്കുമി എന്ന് പറഞ്ഞുകൊണ്ട് കയ്യിൽ പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ കർത്താവിന്റെ യാത്രയിൽ പോലും അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. നിങ്ങൾ ഈ
വചന ശബ്ദം ശക്തിയോടെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഈ മിനിറ്റ് മുതൽ ചലനമറ്റുപോയ ചിലത് ജീവിക്കാൻ തുടങ്ങിയാണ്. ചില വാഗ്ദത്തങ്ങൾ എഴുന്നേറ്റ് വരാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് അസാധാരണമായ വാതിലുകൾ തുറന്നു വരുന്നത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ എത്ര പേർ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഇന്നത്തെ വചന ശബ്ദത്തെ ഏറ്റെടുക്കാൻ തയ്യാറാകും? ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4:13 പറയുന്നു, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാകുന്നു. നിങ്ങളിപ്പോൾ ബലഹീനരായി നിൽക്കുന്നുണ്ടെങ്കിൽ പഴയ നിയമത്തിൽ ഒരു പദം പറയുന്നു, യഹോവയെ കാത്തിരുന്നവൻ ശക്തിയെ പുതുക്കും, അവൻ കഴുകനെ പോലെ ചിറകടിച്ച് കയറും. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഇതാ നിങ്ങളുടെ മേളിൽ ശക്തി പുതുകാൻ പോവുകയാണ്. നിങ്ങളുടെ അസാധ്യതകളുടെ നടുവിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ എല്ലാം സാധ്യമാക്കുന്നവൻ്റെ ശക്തി വെളിപ്പെട്ട് വരികയാണ്. ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് 2 കൊരിന്ത്യർ 12 അതിൻ്റെ 9 വാക്യം, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതയിൽ പ്രശംസിക്കും. ഇതാ ഈ വചന കേൾവിയിൽ പറയാണ്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നതാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ പൗലോസ് അപ്പോസ്തലനോട് ചേർന്നുകൊണ്ട് പറഞ്ഞാട്ടെ, ബലഹീനതയിൽ ശക്തി തികയാൻ പോകുകയാണ്. അസാധ്യതകൾ സാധ്യമായി മാറാൻ പോകുകയാണ്. ആ നിലയിൽ തന്നെ പൗലോസ് തിമോത്തിയോസിനോട് പറയുന്ന ആ പദം നിങ്ങൾ ശ്രദ്ധിച്ച് 2 തിമോത്തിയോസ് 2 അതിൻ്റെ 1 വാക്യം, എൻ്റെ മകനെ ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. എൻ്റെ മകനെ ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. നമുക്ക് ശക്തിപ്പെടാൻ കഴിയും. ബലഹീനരായി പോയ, ജീവിതത്തിനകത്ത് എങ്ങും എത്താതായി പോയ ചിലവരെ മേളിൽ ഇപ്പോൾ ദൈവാത്മാവ് പറയുക, ബലപ്പെടുക, എഴുന്നേൽക്കുക. നിന്റെ ജീവിതത്തിനകത്ത് ദൈവപ്രവൃത്തി നടക്കാൻ പോവുകയാണ്. ദാനിയേൽ പ്രവചനം 10:18-19 വാക്യത്തിൽ നോക്കിയാൽ മനുഷ്യരൂപത്തിലുള്ള ഒരുവൻ വന്ന് ദാനിയേലിനെ തൊടുകയാണ്. പ്രിയ പുരുഷ, ബലപ്പെടുക എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്പർശനത്തിൽ തന്നെ ദാനിയേൽ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ ഉയരത്തിലെ ശക്തി കൊണ്ട് നിന്നെ നിവർന്നു നിൽക്കുമാറാക്കാൻ പോവുകയാണ്. എൻ്റെ കർത്താവിത നിന്നെ തൊടാൻ പോവുകയാണ്. ഒന്നുകൂടെ നോക്കിയ സുന്ദരം എന്ന ഗോപുരത്തിന്റെ വാതിൽക്കൽ അമ്മയുടെ ഉദരം മുതൽ 40-ലധികം വർഷമായി മുടന്തനായി ആരെങ്കിലും ചുമന്നാൽ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് പോകുന്ന ആ മനുഷ്യനെ പത്രോസ് അപ്പോസ്തലൻ കരം കൊടുത്തുകൊണ്ട് വിളിച്ചു പറയാണ്, വെള്ളിയും പൊന്നും എൻ്റെ കയ്യിലില്ല, എൻ്റെ കയ്യിലുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നസറേനായ യേശുവിൻ്റെ നാമത്തിൽ നടക്കുക. പെട്ടെന്ന് അവൻ കുതിച്ചെഴുന്നേറ്റ് തുള്ളിയും ചാടിയും നടക്കാൻ തുടങ്ങി. കാരണം അവൻ്റെ മരിയാടി ഉറച്ചു. ശക്തി അവൻ്റെ വെളിയിൽ വെളിപ്പെട്ട് വരികയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഈ വചന കേൾവിയിൽ പ്രാർത്ഥനയുടെ ശക്തി നിങ്ങളുടെ വെളിയിൽ വ്യാപരിക്കട്ടെ. സൗഖ്യത്തിൻ്റെ ശക്തി നിങ്ങളുടെ വെളിയിൽ വ്യാപരിക്കട്ടെ. വിടുതലിൻ്റെ ശക്തി നിങ്ങളുടെ വെളിയിൽ വ്യാപരിക്കട്ടെ. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ അളവില്ലാത്ത ഒരു ഒഴുക്ക് നിങ്ങളുടെ മേളിൽ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഇപ്പോൾ വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. ഈ നിലകളിൽ നമ്മൾ ദൈവശക്തിയെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കാര്യം ആഴമായി നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ദൈവശക്തിയെ നമുക്ക് 3 തരംതിരിക്കാൻ കഴിയും. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ വെളിപ്പെട്ടതാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ഈ പങ്കുവെക്കുന്നത്. 1 കീഴ്പ്പെടുത്തുന്ന ശക്തി, 2 വ്യാപരിക്കുന്ന ശക്തി, 3 രൂപാന്തരപ്പെടുത്തുന്ന ശക്തി. ഈ 3 ചിന്തകളിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3 അതിൻ്റെ 21 വാക്യത്തിലേക്ക്, അവൻ സകലതും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. വചനത്തെ ആഴമായി ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ അവൻ സകലതിനെയും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട്. എന്നെ കേൾക്കുന്നവരെ, ദൈവത്തിൻ്റെ വലിപ്പമെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന വാക്യമാണിത്. കർത്താവിന് സകലതും കീഴ്പ്പെടുത്താൻ കഴിയും. ആ വ്യാപാര ശക്തിയാണ് നമ്മിലേക്ക് വെളിപ്പെടുത്താൻ പോകുന്നത്. നമ്മുടെ താഴ്ചയുള്ള ശരീരത്തിലേക്ക് അവൻ്റെ മഹത്വമുള്ള ശക്തി വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവശക്തി വെളിപ്പെട്ടാൽ നിങ്ങൾക്ക് ചിലത് കീഴടങ്ങാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇതുവരെയും തലപൊക്കി നിൽക്കുന്ന ചിലത് ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ കീഴടങ്ങാൻ പോവുകയാണ്. യേശു കർത്താവ് പറഞ്ഞു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കിയേ, എബ്രായ ലേഖനത്തിലേക്ക് ഈ വാക്യത്തിന്റെ ആഴത്തിലോട്ടൊന്ന് വരാൻ പറ്റുമെങ്കിൽ മനുഷ്യന് സകലതും കീഴ്പ്പെടുത്താനുള്ള ശക്തിയെ ദൈവം പകർന്നിരുന്നു. വാക്യത്തിനകത്തോട്ട് വരികയാണ്. എബ്രായ ലേഖനം 2 5 വാക്യം, 6 വാക്യം, 7 വാക്യത്തിലേക്ക്, നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകത്തെ അവൻ ദൂതന്മാർക്കല്ലല്ലോ കീഴ്പ്പെടുത്തിയത്. 5 വാക്യം പറയാണ്, നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകത്തെ അവൻ ദൂതന്മാർക്കല്ലല്ലോ കീഴ്പ്പെടുത്തിയത് എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന ലോകത്തെ, ഞാനും നിങ്ങളും ഇപ്പോൾ നിൽക്കുന്ന ഈ ലോകത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. കർത്താവ് നമ്മയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ശക്തിയാൽ ചിലതിനെ കീഴ്പ്പെടുത്താൻ പറ്റും. എന്നെ കേൾക്കുന്നവരെ, അടുത്ത 6-7 വാക്യങ്ങൾ നിങ്ങൾ നോക്കിയാൽ പഴയ നിയമത്തിലെ വചനമെടുത്ത് ഉദ്ധരിച്ചിരിക്കുന്നതായി കാണാൻ പറ്റും. നമുക്ക് ആ വാക്യത്തിനകത്തോട്ട് വരാം. എന്നാൽ മനുഷ്യനെ നീ ഓർക്കേണ്ടതിന് അവനെന്ത്,
മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം. 7-ാമത്തെ വാക്യം, നീ അവനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. നിന്റെ കൈകളുടെ പ്രവർത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി സകലതും തൻ്റെ കാൽ കീഴിലാക്കിയിരിക്കുന്നു എന്ന് ഒരുവൻ ഒരിടത്ത് സാക്ഷ്യം പറയുന്നു. ഈ 2 വാക്യങ്ങൾ സങ്കീർത്തനത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ഈ 2 വാക്യങ്ങൾ നിങ്ങൾ നോക്കിയാൽ മനുഷ്യനെ കുറിച്ചുള്ള ആഴമാണ്. മനുഷ്യനെ അധിപതിയാക്കിയിരുന്നു എന്നുള്ളത് വലിയ നിലയിൽ നമുക്ക് കാണാൻ പറ്റും. ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, 8-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, സകലതും അവന് കീഴാക്കിയതിൽ ഒന്നിനെയും കീഴ്പ്പെടാതെ വിട്ടിട്ടില്ല, എന്നാൽ ഇപ്പോൾ സകലതും അവന് കീഴ്പ്പെടുന്നതായി കാണുന്നില്ല. 8-ാമത്തെ വാക്യം ഒരു ഭയങ്കര ആഴമാണ്. സകലതും അവനെ കീഴിലാക്കിയിരുന്നു, എന്നാൽ ഇപ്പോൾ നോക്കിയാൽ സകലതും അവന് കീഴ്പ്പെടുന്നതായി കാണുന്നില്ല. ഈ നിലകളിലേക്ക് മനുഷ്യൻ പാപം മുഖാന്തരം തള്ളപ്പെടുമ്പോൾ വലിയവനായ യേശു കർത്താവ് ഇതാ കാൽവരിയിൽ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി മറുവിലയായി തീരുകയാണ്. അതാണ് 9-ാമത്തെ വാക്യത്തിന്റെ ആഴം. എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിക്കുവാൻ ദൂതന്മാരെക്കാളും അല്പം ഒരു താഴ്ച വന്നവനായി യേശു മരണം അനുഭവിച്ചുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. യേശു കർത്താവ് തൻ്റെ മരണം ആസ്വദിച്ചുകൊണ്ട്, അല്ലെങ്കിൽ മരണം ഏറ്റെടുത്തത് കൊണ്ട്, വീണ്ടും ആ ക്രൂശിലൂടെ മനുഷ്യനെ തേജസ്സും ബഹുമാനവും അണിയിച്ചിരിക്കുന്നതായി ഞാൻ നിങ്ങൾ കാണുകയാണ്. ഇതിൻ്റെ ആഴമെന്ന് പറയുന്നത് 14-15 വാക്യങ്ങളാണ്. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ 15-ാമത്തെ വാക്യം തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരൊക്കെയും വിടുവിച്ചു. 2 വാക്യങ്ങൾ നോക്കിയാൽ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവനാകിയാൽ അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിലായിരുന്നവരൊക്കെ വിടുവിച്ചു എന്ന് പറഞ്ഞാൽ, യേശുവിൽ വിശ്വസിക്കുന്ന എന്നെയും നിങ്ങളെയും വീണ്ടും വാഴുവാൻ, അല്ലെങ്കിൽ അധിപതിയാക്കുവാൻ, കീഴടക്കുവാനുള്ള ആത്മാവിന്റെ ശക്തി, പുനരുത്ഥാന ശക്തി കൊണ്ട് നിറയ്ക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ മേലിൽ വ്യാപരിക്കുന്ന ആത്മാവിന്റെ ശക്തിയാൽ കല്ലറകൾ തുറക്കപ്പെടാൻ പോവുകയാണ്. മരിച്ചത് വീണ്ടും ജീവിക്കാൻ പോവുകയാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, കാരാഗ്രഹങ്ങളുടെ അടിസ്ഥാനം വിളക്കുന്ന ഒരാത്മശക്തിയെ നിങ്ങൾ പ്രാപിക്കാൻ തയ്യാറാകുക. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ശത്രു കെട്ടി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ മുകളിൽ മുഴുവൻ ശിംശോന്റെ മേളിൽ ആത്മാവിന്റെ ശക്തി വെളിപ്പെട്ടപ്പോൾ ചണനൂല് പോലെ ബന്ധനങ്ങൾ കരിഞ്ഞു പോയെങ്കിൽ നിങ്ങൾ വിശ്വാസത്തോട് പ്രാർത്ഥിച്ച് ഇപ്പോൾ നിങ്ങളുടെ മേളിൽ ചിലതിനെ കീഴടക്കാനുള്ള ശക്തി വ്യാപരിക്കുകയാണ്. ഒന്നുകൂടെ നിങ്ങൾ ആഴം ശ്രദ്ധിച്ചു നോക്കിയേ. കൊലോസ്യ ലേഖനത്തിനകത്ത് ക്രൂശന്മേൽ ശത്രുവിന്റെ ആയുധവർഗം വെപ്പിച്ചു. വാഴ്ചകളെയും അധികാരങ്ങളെയും അവൻ ആയുധവർഗം വെപ്പിച്ച് അവരുടെ മുമ്പിൽ ജയോത്സവം കൊണ്ടാടിയെന്നാണ്. ക്രൂശിലിതാ ശത്രുവിന്റെ ആയുധവർഗം വെപ്പിച്ചു എന്നെയും നിങ്ങളെയും ജയാളികളാക്കി തീർക്കുകയാണ്. ഇതാ കീഴ്പ്പെടുത്തുന്ന ശക്തി. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇതാ വലിയ മാറ്റങ്ങൾ ദൈവം കൊണ്ടുവരാൻ പോവുകയാണ്. ഇവിടെ ഇതാ കീഴ്പ്പെടുത്തുന്ന ശക്തിയെക്കുറിച്ചൊന്ന് പറഞ്ഞ് ഞാൻ ചുരുക്കുകയാണ്. അടുത്ത നിലയിൽ വിശ്വസിക്കുന്നവന് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയെക്കുറിച്ച് നാം ചിന്തിക്കുകയാണ്. എന്നെ കേൾക്കുന്നവരെ, എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 19-20 വാക്യങ്ങളിലേക്ക്. അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. 20-ാമത്തെ വാക്യം, അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും. ഈ 2 വാക്യങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ വിശ്വസിക്കുന്നവന് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ അളവറ്റ ശക്തിയെക്കുറിച്ച് നാം കേട്ട് കഴിഞ്ഞു. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ വ്യാപരിക്കുന്ന അവന്റെ അളവറ്റ ശക്തി നമുക്ക് എവിടെല്ലാമാണ് പ്രയോജനപ്പെടുന്നതെന്ന് ചോദിച്ചാൽ, ആഴം തിരിച്ചറിയുന്നവനെ അഭിഷേകത്തെ ഉപയോഗിക്കാൻ കഴിയത്തുള്ളൂ. ഇതാ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയാണ്. നിങ്ങൾ അഭിഷേകത്തെ വേണ്ട നിലയിൽ ഉപയോഗിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് അസാധാരണമായ ദൈവപ്രവർത്തികൾ നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെട്ടു വരും. ഇതാ വിശ്വസിക്കുന്നവന് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ അളവറ്റ ശക്തി. നിങ്ങൾക്കൊന്നുകൂടെ മനസ്സിലാകുന്ന രീതി ഞാനിത് വിളിച്ചു പറയാം. നിങ്ങളുടെ വീട്ടിൽ കിടക്കുന്ന ക്ലോക്ക് ഓടാതെ കിടക്കുകയാണ്. നോക്കിയാൽ അതിന്റെ ബാറ്ററിയുടെ തകരാറാണെന്ന് മനസ്സിലായി. പുതിയൊരു ബാറ്ററി ആ മേശപ്പുറത്ത് കിടന്നതോ അല്ലെങ്കിൽ കവർ പൊട്ടിക്കായിരുന്ന ആ ബാറ്ററി എടുത്ത് ആ ക്ലോക്കിലിട്ടാൽ ആ സമയം മുതൽ ആ ബാറ്ററിയിൽ വെളിപ്പെടുന്ന പവർ കൊണ്ട് ക്ലോക്ക് ഓടാൻ പോവുകയാണ്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ആ വീട്ടിലുള്ള ഓരോരുത്തരെയും ഇപ്പോൾ ആ ക്ലോക്ക് ഭരിക്കാൻ പോവുകയാണ്. രാവിലെ എഴുന്നേൽക്കണം, പുറത്തേക്ക് പോകാനുള്ള സമയം, രാത്രി ഉറങ്ങേണ്ട സമയം, എല്ലാം നിങ്ങൾ ആ ക്ലോക്കിലൂടെ വെളിപ്പെടുന്ന സമയം നോക്കിയാണ് ചെയ്യുന്നത്. ഇതേപോലെ ആ ബാറ്ററി വെളിയിൽ കിടക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിലുള്ള കുഞ്ഞുങ്ങൾ അതെടുത്ത് കളിക്കാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ തട്ടിക്കളയാൻ ചാൻസ് ഉണ്ട്. പക്ഷേ എപ്പോൾ അത് ക്ലോക്കിൽ വെളിപ്പെട്ടോ അപ്പോൾ മുതൽ അത് ഉപയോഗിക്കപ്പെടാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ, ഈ ശക്തിയെ നിങ്ങൾ ഉപയോഗിക്കേണ്ട സ്ഥലങ്ങളിൽ
ഉപയോഗിച്ചാൽ ഇത് വ്യാപരിക്കാൻ തുടങ്ങും. ഒന്നുകൂടെ നിങ്ങൾ നോക്കണം. നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന എണ്ണയോ പെട്രോളോ എടുത്ത് നിങ്ങളുടെ കയ്യിൽ തേച്ചാൽ അത് കുഴാന്നിരിക്കുന്നത് കാണാൻ പറ്റും. പക്ഷേ തീയോട് അടുപ്പിച്ചാൽ വിവരം അറിയും. അത് ആളിക്കത്തുന്നത് പോലെ. എന്ന് പറഞ്ഞാൽ ഈ വ്യാപരിക്കുന്ന ശക്തിയെ നിങ്ങൾ ഉപയോഗിക്കേണ്ട സ്ഥലത്ത് ഉപയോഗിച്ചാൽ അസാധാരണമായ ദൈവപ്രവൃത്തിയിലേക്ക് വരും. ഞാൻ ആഴമായി വിളിച്ചു പറയും. യെഹെസ്കേൽ പ്രവചനം 37 അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ ഇതാ പ്രവാചകനെ ദൈവം അസ്ഥി താഴ്വരയിലേക്ക് കൊണ്ടുവരികയാണ്. ആ അസ്ഥി ഏറ്റവും ഉണങ്ങിയതാണ്. നമ്മുടെ മാംസം ഉണങ്ങിയെന്നോ അല്ലെങ്കിൽ നമ്മുടെ ഞരമ്പുകൾ ഉണങ്ങിപ്പോയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാവുന്നുള്ളൂ. പക്ഷെ അസ്ഥി ഉണങ്ങിയത് എങ്ങനെ ജീവിക്കുമെന്ന് ചോദിച്ചാൽ യെഹെസ്കേൽ 37 അധ്യായം അതിൻ്റെ 3-4 വാക്യങ്ങൾ. അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ, യഹോവയായ കർത്താവേ, നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. 4-ാമത്തെ വാക്യം, അവൻ എന്നോട് കൽപ്പിച്ചത്, നീ ഈ അസ്ഥികളെക്കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ, യഹോവയുടെ വചനം കേൾപ്പിൻ. 4-ാമത്തെ വാക്യമാണ് ഏറ്റവും വലിയ ആഴം. ഉണങ്ങിയ അസ്ഥികൾ. ആ താഴ്വരയിൽ അവ ഏറ്റവും അധികമായിരുന്നു. ആ ഉണങ്ങിയ അസ്ഥികളെ നോക്കി ഇതാ പ്രവാചകൻ പ്രവചിക്കാൻ പോവുകയാണ്. യഹോവയുടെ വചനം കേൾക്കുക. ആ വചനത്തിനകത്ത് വെളിപ്പെടുന്ന ശക്തി ഇതാ ഉണങ്ങിയ അസ്ഥികളുടെ മേളിലേക്ക് വ്യാപരിക്കാൻ പോവുകയാണ്. അസ്ഥി ജീവിക്കാൻ പോകുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ രോഗമുള്ള ഭാഗങ്ങളിലേക്ക് നിങ്ങളിപ്പോൾ ആത്മാവിന്റെ ശക്തിയിൽ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. എന്നെ കേൾക്കുന്നവർ ഒരു വിടുതലിന് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിക്കാൻ മറക്കരുത്. നമുക്ക് ഒരുമിച്ച് ആത്മശക്തിയിൽ പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത്ഭുതവാദികൾ തുറക്കാൻ പോവുകയാണ്. എൻ്റെ ആഗ്രഹം ദൈവത്തിൻ്റെ നാമം ഉയരണമെന്നുള്ളതാണ്. നിങ്ങൾ വിളിച്ചാൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കഴിയും. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ഇതാ അസ്ഥി താഴ്വരയിൽ നിന്ന് ഉണങ്ങിയ അസ്ഥികളെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി, പ്രവചന ശക്തി അവിടെ വെളിപ്പെടാൻ തുടങ്ങിയപ്പോൾ അത് വ്യാപരിക്കാൻ തുടങ്ങി. അത് ശക്തിയായിട്ട് വ്യാപരിക്കാൻ തുടങ്ങി. അസ്ഥി ഇതാ സൈന്യമായി എഴുന്നേറ്റ് വരാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്തും വിശ്വസിക്കുന്നതിന് വേണ്ടി വ്യാപരിക്കുന്ന ശക്തി വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. പ്രിയരെ, 3-ാമത്തെ ചിന്തയിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. രൂപാന്തരപ്പെടുത്തുന്ന ശക്തി. 1 ശമൂവേൽ 10-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിലേക്ക്, യഹോവയുടെ ആത്മാവ് ശക്തിയോടെ നിന്റെ മേൽ വന്നിട്ട് നീയും അവരോടുകൂടെ പ്രവചിക്കുകയും ആൾ മാറിവനെ പോലെ ആയിത്തീരുകയും ചെയ്യും. എന്നെ കേൾക്കുന്നവരെ, ഇസ്രായേൽ രാജാവായി ദൈവം തിരഞ്ഞെടുത്ത ശൗലിന്റെ മേളിൽ വെളിപ്പെടുന്ന പ്രവചന ശബ്ദമാണ് നിങ്ങളും ഞാനും കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതാ യഹോവയുടെ ആത്മാവ് നിന്റെ മേളിൽ ശക്തിയോടെ വരുമ്പോൾ നീയും അവരോടുകൂടെ പ്രവചിക്കുകയും ആൾ മാറിയവനെ പോലെ ആയിത്തീരുകയും ചെയ്യും. ഇംഗ്ലീഷിൽ ഇൻടു അനദർ മാൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇതാ ശൗലിനെ രൂപാന്തരപ്പെടുത്തുകയാണ്. എന്നെ കേൾക്കുന്നവരെ, ആൾ മാറിയവരെ പോലെ ആയിത്തീരുവാൻ ചിലവർ ഈ സമയത്ത് പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മേളിൽ ഒരു വലിയ വ്യത്യാസം ദൈവം വായിക്കാൻ പോകുന്നു. നിങ്ങളുടെ തലമുറയിൽ, നിങ്ങളുടെ ദേശത്തിൽ ചിലവരെ ദൈവം തൊടാൻ പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ രൂപാന്തരപ്പെടുത്തുന്ന ശക്തി ചിലവരെ തൊടാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന, വേദനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചിലവരുടെ ജീവിതത്തിനകത്ത് അസാധാരണമായ ദൈവശക്തി ഇറങ്ങി വരികയാണ്. ഒന്നുകൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 1 ശമൂവേൽ 16-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിലേക്ക്, അങ്ങനെ ശമൂവേൽ തൈലക്കൊമ്പെടുത്ത് അവൻ്റെ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് അവനെ അഭിഷേകം ചെയ്തു. യഹോവയുടെ ആത്മാവ് അന്നു മുതൽ ദാവീദിന്റെ മേൽ വന്നു. ശമൂവേൽ എഴുന്നേറ്റ് രാമയിലേക്ക് പോയി. ഈ വചന പശ്ചാത്തലം നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. ദാവീദിനെ അഭിഷേകം ചെയ്യുകയാണ്. ഇതാ ശമൂവേൽ പ്രവാചകൻ വന്ന് ദാവീദിനെ അഭിഷേകം ചെയ്യാണ്. തൈലക്കൊമ്പ് കൊണ്ട് അഭിഷേകം ചെയ്യുമ്പോൾ തൻ്റെ സഹോദരന്മാരുടെ മധ്യത്തിൽ വെച്ച് തൻ്റെ അപ്പനും സഹോദരന്മാരും ദാവീദിനെ കുറിച്ച് ചിന്തിച്ചത് അവൻ അപ്പൻ്റെ ആടുകളുമായി കാട്ടിൽ അവസാനിക്കുമെന്നുള്ളതാണ്. എന്നെ കേൾക്കുന്നവരെ, ജീവിതത്തിനകത്തൊരു ഉയർച്ച വരത്തില്ലെന്നും ജീവിതത്തിനകത്തൊരു മാറ്റം വരത്തില്ലെന്നോ നിങ്ങളെ നോക്കി, നിങ്ങളുടെ കുടുംബത്തെ നോക്കി, നിങ്ങളുടെ തലമുറകളെ നോക്കി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ശക്തി, അഭിഷേകം നിങ്ങളുടെ ആൾ മാറിയവനെ പോലെ ആക്കാൻ പോവുകയാണ്. കാട്ടിൽ തീരുമെന്ന് പറഞ്ഞവൻ്റെ മുമ്പിൽ ഇതാ കൊട്ടാരത്തിൻ്റെ വാതിൽ തുറന്നു വരികയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ മേളിൽ വലിയ നിലയിൽ ദൈവശക്തി വെളിപ്പെട്ടാൽ ഒതുങ്ങുമെന്നും തീരുമെന്നും പറഞ്ഞെടുത്ത് ദൈവം നിങ്ങളെ കൈപിടിച്ച് ഉയർത്താൻ പോവുകയാണ്. ഇതേ അധ്യായത്തിൽ തന്നെ അതിൻ്റെ 22-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ, ആകയാൽ ശൗൽ യിശായിയുടെ അടുക്കൽ ആളയച്ചു, ദാവീദിനോട് എനിക്ക് ഇഷ്ടം തോന്നിയിരിക്കുന്നത് കൊണ്ട് അവൻ എൻ്റെ അടുക്കൽ താമസിക്കട്ടെ എന്ന് പറയിച്ചു. നിങ്ങൾ നോക്കണേ, കാട്ടിൽ മാത്രം ഒതുങ്ങുമെന്ന് പറഞ്ഞതിൻ്റെ അടുക്കലേക്ക് രാജാവ് ആളെ ഏൽപ്പിച്ച് വിളിക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ദൈവത്തിന്റെ ശക്തി അല്ലെങ്കിൽ ഒരു പുതപ്പ് നിങ്ങളുടെ മേളിൽ വീണാൽ, പഴയ നിയമത്തിൽ ഏലിയാവിന്റെ കൂടെ എലീശ വലിയ ദാഹത്തോടെ നടക്കുകയാണ്, ഇരട്ടി പങ്കിന്റെ അഭിഷേകത്തിനായിട്ട്. എലീശ പ്രവാചകന് മനസ്സ് മടുപ്പിക്കുന്ന രീതിയിൽ പ്രവാചക ശിഷ്യന്മാർ കളിയാക്കിയിട്ടുണ്ട്, നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ദാഹത്തോടെ നടന്നവന്റെ മേളിൽ ഇരട്ടി പങ്കിന്റെ പുതപ്പ് വീഴുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങളെ ആൾ മാറിയവരെ പോലെയാക്കുന്ന ഒരു പുതപ്പ്, യോർദാനെ മുറിക്കുന്ന, ദേശത്തിന്റെ ക്ഷാമത്തെ മാറ്റുന്ന,
നിങ്ങളുടെ ജീവിതത്തിനകത്ത് എണ്ണയെ വർദ്ധിപ്പിക്കുന്ന വലിയൊരു അഭിഷേകത്തിന്റെ പുതപ്പിപ്പോൾ വീഴാൻ പോവുകയാണ്. പ്രാർത്ഥനയോടെ എൻ്റെ കൂടെ നിങ്ങൾ നിൽക്കുമോ? രൂപാന്തരപ്പെടുത്തുന്ന ശക്തി ഇതാ നിങ്ങളുടെ മേളിൽ ഇറങ്ങി വരികയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്തൊരു വഴിത്തിരിവ് ഇപ്പോൾ സംഭവിക്കാൻ പോവുകയാണ്. കർത്താവിൻ്റെ കരം നിങ്ങളെ തൊടുന്നു എന്ന് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സക്കായി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കാണാം. അവൻ്റെ ഭവനത്തിലേക്ക് യേശു വരുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ രൂപാന്തരം വരികയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. സക്കായിയോ നിന്ന് കർത്താവിനോട്, കർത്താവെ, എൻ്റെ വസ്തുവകയിൽ പകുതി ഞാൻ ദരിദ്രന്മാർക്ക് കൊടുക്കുന്നുണ്ട്. വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. ഈ വചനം കേൾക്കുമ്പോൾ സക്കായിയുടെ ജീവിതത്തിൽ വലിയ രൂപാന്തരം സംഭവിക്കുകയാണ്. ദൈവം ഒരുവന്റെ ജീവിതത്തെ തൊട്ടാൽ അവൻ്റെ ജീവിതത്തിൽ വലിയ രൂപാന്തരം വരും. സക്കായി ആൾമാറിയവനെ പോലെ ആയിത്തീരുകയാണ്. 12 വർഷമായ രക്തസ്രാവസ്ത്രീയെ നിങ്ങൾ നോക്കിയാൽ എല്ലാ വൈദ്യന്മാരാലും ഏറിയൊന്ന് സഹിച്ച് ഏറ്റവും പരവശയായവൾ, ജീവിതം തീർന്നു എന്ന് ലോകം വിളിച്ചു പറയുന്നവൾ, യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടപ്പോൾ ശക്തി പുറപ്പെട്ടു. അവൾ സൗഖ്യമായി, ബാധ മാറി. അവൾ ഇങ്ങോട്ട് വന്നതുമല്ല തിരിച്ചു പോകുന്നത്, അവൾ ദൈവത്തിൻ്റെ സാക്ഷിയായി യേശുവിൻ്റെ മകളായിട്ടാണ് അവൾ മടങ്ങിപ്പോകുന്നത്. നിങ്ങളൊന്ന് നോക്കിയേ, 18 വർഷമായി ഒരു കൂനിയായ സ്ത്രീ ആരാധനയ്ക്ക് വന്നപ്പോൾ യേശു കർത്താവിനെ കണ്ടു. അവളുടെ മേളിലേക്ക് കൈവച്ചപ്പോൾ 18 വർഷമായി ബന്ധനം അഴിഞ്ഞു. അവൾ നിവർന്നു. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ രൂപാന്തരപ്പെടുത്തുന്ന ശക്തി. പത്രോസും യോഹന്നാനും സുന്ദരം എന്ന ആലയത്തിലേക്ക് കടക്കുമ്പോൾ അവിടെ ഭിക്ഷ യാചിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യനുണ്ട്. പത്രോസ് പറയുന്നു, വെള്ളിയും പൊന്നും എനിക്ക് തരാനില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നസറേന യേശുവിൻ്റെ നാമത്തിൽ നടക്കുക. ക്ഷണത്തിൽ അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു തുള്ളിയും ചാടിയും ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ആലയത്തിൽ കയറുകയാണ്. നാളുകൾ കയറാതെ നിന്ന 40 വർഷമായി വിലക്കായിരുന്ന ആലയത്തിലേക്ക് അവൻ കാലുവെക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ രൂപാന്തരപ്പെടുത്തുന്ന, നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഈ ദിവ്യശക്തിക്കായി എത്ര പേർ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കും? ഒന്നുകൂടെ ശ്രദ്ധിച്ചാൽ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ കാത്തിരുന്നവൻ്റെ മേളിലേക്ക് ശക്തി ഇറങ്ങി വരികയാണ്. അവരെ നോക്കിയാൽ അവരെ വഴിയടഞ്ഞവരാണ്, അവരനാഥരാണ്, അവർക്ക് മുമ്പോട്ടൊരു മാർഗമില്ലെന്ന് പറഞ്ഞതാണ്. പക്ഷേ ആ 120 പേരുടെ മേളിലേക്ക് തീനാളം പോലുള്ള നാവുകൾ ശക്തിയോടെ ഇറങ്ങി വന്നു. അവരിരുന്ന സ്ഥലം മുഴുവൻ ആത്മാവിൻ്റെ ശക്തി നിറഞ്ഞു. അവർ ആൾ മാറിയവരെ പോലെ, ഒന്നുകൂടെ പറഞ്ഞാൽ ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവരായി ആ മാളിക റൂമിൽ നിന്ന് പുറത്തു വരിക. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ വിളിക്കണം, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വലിയ കരം വെളിപ്പെടാൻ പോവുകയാണ്. ഞാൻ 2 മാസം മുമ്പ് ജൂലൈ മാസത്തിൽ ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ റിസൾട്ട് പോസിറ്റീവായിരുന്നു. തുടർന്ന് ഡോക്ടർ എൻ്റെ അടുത്ത് സ്കാനിങ്ങിനും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനും പറഞ്ഞു. പക്ഷേ രണ്ടിൻ്റെയും റിസൾട്ട് വന്നപ്പോൾ വളരെ വിഷമിപ്പിക്കുന്ന റിസൾട്ടായിരുന്നു. സ്കാനിങ്ങിനകത്ത് ഒന്നും തെളിഞ്ഞിട്ടില്ലെന്നും ബ്ലഡിനകത്ത് വളർച്ച കുറവാണെന്നുള്ള റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. ഡോക്ടർ പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് വീണ്ടും വരാൻ പറഞ്ഞു. വീണ്ടും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ പോയി. അന്നേരം ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞ് വീണ്ടും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ആ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇതിൽ പ്രഗ്നൻസിയുടേതായ യാതൊന്നും കാണുന്നില്ലെന്നും വളർച്ച മുമ്പത്തേക്കാളും കുറവാണെന്നും ഡോക്ടർ പറഞ്ഞു. ഇനി അത് ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല, 2 ആഴ്ച കഴിയുമ്പോൾ ബ്ലീഡിംഗ് ആയിട്ട് അത് പോകുമെന്ന് പറഞ്ഞു. വളരെ വിഷമത്തോടെ ഞാൻ വീട്ടിലോട്ട് പോയി. അത് കഴിഞ്ഞ് അടുത്ത ആഴ്ച ബുധനാഴ്ച ഇവിടെ പ്രയർ നടക്കാൻ നേരത്ത് ഞാനിവിടെ വന്നപ്പോൾ റോയി പാസ്റ്റർ ഇങ്ങനൊരു മെസ്സേജായിരുന്നു പറഞ്ഞത്. ജീവിതത്തിൽ വഴിയടങ്ങിയവർക്ക് മുമ്പോട്ട് പോകാൻ കഴിയാത്തവർക്ക് വേണ്ടി ദൈവം സൂപ്പർ നാച്ചുറലായി പ്രകൃതിക്ക് അതീതമായ രീതിയിൽ വഴി തുറക്കുമെന്ന് പറഞ്ഞു. ഞാൻ അവസാനം പ്രയർ കഴിഞ്ഞപ്പോൾ പാസ്റ്ററിൻ്റെ അടുത്ത് ഈ കാര്യം പറഞ്ഞു. ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞ് 2 ആഴ്ച കഴിയുമ്പോൾ അത് പോവും, ബ്ലീഡിങ് ആയിട്ട് പോവും, വളർച്ച കുറവാണെന്ന് പറഞ്ഞു. അപ്പോൾ പാസ്റ്റർ എൻ്റെ അടുത്ത് തലയിൽ കൈവച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ദൈവമാ നിൻ്റെ ഉദരത്തിൽ ഈ കുഞ്ഞിനെ തന്നെങ്കിൽ ദൈവം അതൊരിക്കലും നശിപ്പിക്കത്തില്ല. എൻ്റെ ദൈവം നശിപ്പിക്കുന്ന ദൈവമല്ല, എൻ്റെ ദൈവം പുനരുദ്ധാരണത്തിൻ്റെ ദൈവമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിലോട്ട് പോയി. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും വേറൊരു ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു. അന്നേരം ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞ് ഉള്ളിൽ ജീവൻ്റെ തുടിപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സ്കാനിങ്ങിന് പോയി. അവിടുത്തെ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന യേശു ആ സ്കാനിങ് റിപ്പോർട്ടിൽ ആ ജൂലൈ മാസത്തിൽ തന്നെ ഒന്നുമില്ലയെന്ന്, പ്രഗ്നൻസിയുടെ യാതൊരു ലക്ഷണവും ഇല്ലയെന്ന് പറഞ്ഞ ജൂലൈ മാസത്തിൽ ആ സ്കാനിങ് റിപ്പോർട്ടിൽ കുഞ്ഞിന് 7 ആഴ്ചയും 3 ദിവസം എന്നുള്ള അത്ഭുത റിപ്പോർട്ടാണ് എനിക്ക് കിട്ടിയത്.
ഇത്രയും വലിയ അത്ഭുതം എൻ്റെ ജീവിതത്തിൽ ചെയ്ത എൻ്റെ യേശുവിന് 1000 നന്ദി. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച റോയി പാസ്റ്ററിനും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുന്നു. ആമേൻ. ആ കരമൊന്ന് ഉയർത്തി. അൾട്രാസൗണ്ട് ചെയ്തതും അല്ലെങ്കിൽ സ്കാനിങ് റിപ്പോർട്ടുമാണ്. അതേപോലെ ഇവിടെ ബ്ലഡ് റിസൾട്ടുണ്ട്. അതേപോലെ ഉള്ളിൽ കുഞ്ഞിൻ്റെ സ്കാനിങ് അല്ലെങ്കിൽ ആ ഫോട്ടോ ഇതിനകത്ത് വന്നിട്ടുണ്ട്. കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഈ സൗകര്യം അന്ന് ഇവിടെ കരച്ചിലോടാണ് വന്നത്. എല്ലാം അവസാനിച്ചു, തീർന്നു, ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. 2 ആഴ്ച കഴിയുമ്പോൾ അത് കാണാതെയാകും, അറിയാം, നഷ്ടപ്പെട്ടു പോകുമെന്ന് പറഞ്ഞു. പക്ഷേ നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ തീർന്നെന്ന് പറയുന്നിടത്ത് പച്ചവെള്ളം കൊണ്ട് അത്ഭുതം ചെയ്യാൻ കഴിയുന്ന ദൈവത്തെയാണ് നിങ്ങൾ സേവിക്കുന്നതെങ്കിൽ വിശ്വസിക്കുന്നവർ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, എന്നെ കാണുന്ന ഓരോ ദൈവമക്കൾക്കും വേണ്ടി വലിയ ദൈവപ്രവൃത്തികൾ സംഭവിക്കട്ടെ, അത്ഭുതങ്ങൾ നടക്കട്ടെ. കർത്താവിൻ്റെ കരം ഇവർക്ക് വേണ്ടി വെളിപ്പെട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ഇവരെ രൂപാന്തരപ്പെടുത്തുന്ന അത്ഭുത ശക്തി ഇവരെ തൊട്ട് കഴിഞ്ഞതിനായി സ്തോത്രം. ഇവരെ മേളിൽ ശക്തി വ്യാപരിക്കുകയാണ്, ഇവരെ മേളിൽ അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ്. കർത്താവെ, അങ്ങനെ ചെയ്തതിനായി നന്ദി. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരേ, ഈ വചനവും ഈ പ്രാർത്ഥന നിങ്ങൾക്ക് വലിയ അനുഗ്രഹമായെന്ന് വിശ്വസിക്കുന്നു. ദൈവനാമത്തിൻ്റെ ഉയർച്ചയ്ക്കായി നിങ്ങൾ വിളിക്കുമെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുള്ളത് ഉറപ്പാണ്. കർത്താവിൻ്റെ വലിയ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടട്ടെ. വാട്സാപ്പിൽ വിളിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വിളിക്കുക, നേരിട്ട് വിളിക്കാൻ പറ്റുന്നവർ വിളിച്ചാട്ടെ. കർത്താവിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.